ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ജഗനിങ്ങ് മാറിക്കേ. കുഴപ്പമില്ല. അതെ, പൂവാ റെഡിയാവുമ്പോ അരിമാവും ചട്നിയൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം. വേണ്ട വന്ദനെ, മിക്സി ആയതുകൊണ്ട് ഒരുപാട് പ്രാവശ്യമായിട്ട് അരക്കേണ്ടി വരും. ഞാൻ ചെയ്തോളാം. ഇങ്ങോട്ട് മാറ്. ഭർത്താവിനെ സഹായിക്കാനുള്ള ചുമതല ഭാര്യയ്ക്കുള്ളതാ. ഞാൻ ചെയ്തോളാം. മാറ്. ഇതെന്താ ആട്ടുമില്ലോ? കുറെ ഉണ്ടല്ലോ ആട്ടാൻ. ഓ, തട്ടുകടയ്ക്ക് വേണ്ടിയായിരിക്കും. ചെലവ് കുറയുമ്പോ ലാഭം കൂട്ടാലോ അല്ലേ? ആട്ടുമില്ല് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാ. എന്നാലേ വേറെ ആട്ടുമില്ലി കൊണ്ട് ആട്ടണം. ഇന്ന് കേരളത്തില് ആട്ടുമിൽ സമരമൊന്നുമില്ലല്ലോ. ഓരോരോ ഉടായ്പകളെ. പിന്നെ പ്രകാശം കറണ്ട് ബില്ലടയ്ക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ തട്ടിക്കൂട്ട് ദോശ പരിപാടിയെങ്കിലേ അത് വേണ്ട. പ്രകാശേട്ടാ, നീ മിണ്ടരുത്. കറണ്ട് ബില്ല് നിന്റെ ആരുമല്ലല്ലോ അടയ്ക്കുന്നത്, ആണോ? നല്ല ചൂട് സമയത്ത് പോലും ഈ പ്രകാശനെ ഫാനിട്ട് കിടക്കാറില്ല. അത് നിനക്കറിയാലോ. രാത്രി കുറച്ച് വേർത്താലും കറണ്ട് ബില്ല് വരുമ്പോ വേർക്കണ്ടല്ലോ. ഞാൻ ആ കാര്യം അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. ഇനി അങ്ങോട്ട് ഈ വീട്ടിലെ കറണ്ടിന്റെയും വെള്ളത്തിന്റെയും ക്യാഷ് ഞാനാണ് അടയ്ക്കാൻ പോകുന്നത്. വന്ദനെ, നീ ഇതാട്ടി വെക്ക്. നിക്ക്. ഇന്നത്തെ ദിവസം ആകെ ഉണ്ടായൊരു നല്ലൊരു കാര്യം ജഗന്റെ ഈ തീരുമാനമാണ്. ഇനി മുതൽ അങ്ങോട്ട് കറണ്ട് ബില്ല് കെട്ടുവെങ്കില് ധൈര്യമായിട്ട് അരച്ചോ. ദാ. ജഗൻ, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. പട്ടിയുടെ വാല് ഒരു നൂറ്റാണ്ട് കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും. ചേച്ചി, നിവരാത്ത വാലാണെങ്കിൽ നമുക്കതങ്ങ് കട്ട് ചെയ്ത് കളയാം. പട്ടിക്ക് വാലിന്റെ ആവശ്യമില്ലല്ലോ. പ്രകാശേട്ടന് അല്ലേലും അതിന്റെ ആവശ്യമേ ഇല്ല. നന്ദി കാണിക്കാനാ പട്ടി വാലാട്ടുന്നത്. ആരോടും ഒരു നന്ദിയും കാണിക്കാത്ത പ്രകാശേട്ടന് അതിന്റെ ആവശ്യമേ ഇല്ല. ആ, കേട്ട് കാണുമായിരിക്കും. ഇതൊന്നും ആയിരിക്കില്ല. കഴിഞ്ഞ മാസത്തെ ബില്ലടയ്ക്കാൻ സമയമാവുന്നതേ ഉള്ളൂ. ആ കറണ്ട് ബില്ല് കൂടി പറ്റുമെങ്കിൽ ജഗനെ കൊണ്ട് അടപ്പിക്കാൻ പറയാനായിരിക്കും. പ്രകാശേട്ടന്റെ ഈ സ്വഭാവം കാരണം ഈ കൊല്ലം അച്ഛന് പിറന്നാളാഘോഷം പോലും വേണ്ടെന്നാ പറയുന്നത്. പ്രകാശേട്ടന്റെ സ്വഭാവം ഇന്നലെ മുതൽ മാറി വന്നതല്ലോ. പണ്ടേ ഇങ്ങനെ തന്നെയല്ലേ. പിന്നെ എന്തിനാ അച്ഛൻ പിറന്നാൾ ആഘോഷം മാറ്റിവെക്കുന്നത്? വിനുവേട്ടനെ ഇറക്കി വിട്ടത് അച്ഛന് വലിയ സങ്കടമായിട്ടുണ്ട്. വിനുവേട്ടനല്ലാതെ അച്ഛൻ ഒരാഘോഷത്തിനും തയ്യാറുമല്ല. അച്ഛൻ ആഘോഷം വേണ്ടെന്ന് നിർബന്ധം പിടിച്ചോട്ടെ. നമുക്ക് നമ്മുടേതായ രീതിയിൽ നടത്താമല്ലോ. എന്നാലേ താൻ പണി തുടങ്ങിക്കോ. മാനത്തെ കൊട്ട